ഈ സമയത്ത് വണ്ടി വന്നോട്ട് സൈക്ലോണാണ് കേട്ടോ. 4 ദിവസത്തേക്ക് ഇന്നലെ മുതൽ മഴയാണ്. പക്ഷേ കഴിഞ്ഞ വർഷം ഞാനത് പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ ഇവിടെ കുടയിടാനായിട്ട്. ഇവിടെ ഒരു ദിവസം ഞാൻ പോയപ്പോൾ ഭയങ്കര വെള്ളക്കെട്ടായിരുന്നു. ചേച്ചിനെ വിളിക്കാൻ പോയപ്പോൾ അവിടെ അത് ക്ലീൻ ചെയ്യാത്തതുകൊണ്ടായിരിക്കും. അത് അവിടെ അപ്പുറ സൈഡ് കാരണം റോഡ് എത്തിക്കഴിഞ്ഞാൽ അപ്പുറ സൈഡിൽ അവർ ബ്ലോക്ക് ചെയ്തിട്ടായിരുന്നു. കാരണം ഈ റോഡ് എത്തിക്കഴിഞ്ഞാൽ റോഡ് കഴിച്ച് താഴോട്ട് ഒഴുകും. അത് താഴെ കനാലാ പോകുന്നത്. ആ ഏരിയയിൽ മണ്ണിട്ട് ഏതാണ്ട് ബുക്ക് ചെയ്ത് വരുന്നവരാണ്. കാറ്റും അതേപോലെ തന്നെ ഇടിമിന്നലും ഒക്കെ കാണുന്നത്. ഇത്രയും കറുത്തിരുണ്ട ആകാശമൊക്കെ രാവിലെ കാണുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ഒക്കെ ഇങ്ങനെ രാവിലെ പലരും അയച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് മോർണിംഗ് നമ്പർ 1ലേക്ക്. എന്താണെങ്കിലും നിങ്ങൾ ഇന്നിപ്പോൾ രാവിലെ എന്തായാലും റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പല പേരൻസും എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ റെഡിയാകിയ അവസ്ഥകളുടെ ഒരു അപ്ഡേറ്റ് പലരും ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയും അതേപോലെ ഇത്രയും മഴയാണെങ്കിൽ വേണോ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയമായിരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വൈകുന്നേരം മുതൽ തുടങ്ങിയ മഴയാണല്ലേ പല സ്ഥലങ്ങളിലും. അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട്. വരുന്ന വഴിക്കൊക്കെ സാധാരണഗതിയിൽ എന്ത് മഴയുണ്ടെങ്കിലും അത്യാവശ്യം നല്ലവണ്ണം മോർണിംഗ് വാക്കിനൊക്കെ ഇറങ്ങുന്നതാണെങ്കിൽ എന്ത് മഴയുണ്ടെങ്കിലും ജോഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണാറുണ്ടെങ്കിലും ഇന്നിപ്പോൾ അധികം പേരെയൊന്നും കാണുന്നില്ല. ഒരു വ്യക്തി മാത്രമാണ് ഇടിയും മിന്നൽ എന്താണെങ്കിലും ശരി ഞാൻ ഓടുമെന്ന് പറഞ്ഞിട്ട് മഴ നനഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. അപ്പോൾ എന്താണെങ്കിലും ആൾക്കാരുടെ എണ്ണം പൊതുവെ വളരെ കുറവാണ്. എക്സ്പ്രസ് വേ പപ്പയൊന്നും ചെറുപ്പത്തിൽ പോകുമ്പോൾ ഇങ്ങനെ പട്ടി ഇങ്ങനെ നടക്കാറുണ്ട്. അന്ന് പഞ്ചായത്തിലോട്ട് പട്ടിയൊക്കെ പിടിച്ച് കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. ആളുകൾക്ക് കോഴിയൊക്കെ വളർത്താറുണ്ട്. ഇപ്പം കോഴിയെല്ലാം വളർത്താൻ പറ്റും. ഒരു വീട്ടിലും കോഴിയില്ല. വീട്ടിലെ സ്ട്രേ ഡോഗ്സ് വന്ന് പിടിച്ച് തിന്നുന്നത്. അന്ന് നമ്മുടെ ചെറുപ്പത്തിൽ ഈ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. പട്ടിനെ കൊണ്ടുള്ള ശല്യമൊന്നും. പട്ടിയുടെ ശല്യം കൂടുമ്പോൾ വന്ന് പഞ്ചായത്ത് വന്ന് പിടുത്തക്കാരെ വന്ന് പട്ടീനെ മുഴുവൻ പിടിച്ചോണ്ട് പോകും. ഇങ്ങനെ കേടാകുന്ന വണ്ടികളും കൂടിയാണ്. രാവിലെ ആ കാഴ്ച ഇങ്ങോട്ട് വെച്ചിട്ട് നാലഞ്ച് മഴയത്ത് വണ്ടി തള്ളിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ച രാവിലെ എന്താണ് വിചാരിക്കുന്നത്. അല്ല ഞാൻ പറഞ്ഞത് നമ്മൾ അങ്ങനെ ഒരാളാവാതിരിക്കാൻ നമ്മൾ കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് വണ്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് സമാധാനമായി. പട്ടികളുണ്ടാവും. ആളുകൾ വളർത്തുന്ന പട്ടികളല്ലാണ്ട് റോട്ടിൽ കൂടെ അലിഞ്ഞു കിടക്കുന്ന പട്ടികളുണ്ടാകുന്നില്ല.
സ്ലോവായിട്ട് ഓടിക്കുന്നതിന് കുഴപ്പമില്ല. സ്ലോവായിട്ട് ഓടിക്കുന്നവര് ഒതുക്കി കൊടുക്കണം, മറ്റുള്ളവർക്ക് പോകാനുള്ള സ്ഥലം കൊടുക്കണം. പുറകിലൊരു വണ്ടി വരുമ്പോൾ അതിന് ഓവർടേക്ക് ചെയ്യാനുള്ള സ്ഥലം കൊടുക്കണം. ഇപ്പോൾ ആ വണ്ടി പോയി, അവൻ സ്പീഡിലാണ് പോകുന്നത്. അവൻ ഓവർടേക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കണം. 40 മേലെ പോകാൻ സേഫല്ല ഈ മഴക്കാലത്ത്. 40 to 50 മേലെ, മഴയില്ലെങ്കിൽ 40 to 50 വരെ കുഴപ്പമില്ല നമ്മളുടെ റോഡ്. 70 ഈ ടൈപ്പ് റോഡിലൊന്നും പറ്റില്ല. മറ്റേ എറണാകുളം റോഡിൽ 70 വരെ കുഴപ്പമില്ല, 70-80 വരെ നാഷണൽ ഹൈവേയിൽ. ഇതിലൊരു 60 കൂടുതൽ 70 വരെ അലോടാന്ന് ഇല്ല. 60 കൂടുതൽ സേഫായി. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യണോടാ. എന്നാത്തിന് പറഞ്ഞല്ലേ മറ്റേത് ആക്കിയിട്ടോണുണ്ടല്ലേ മറ്റേ പോകും. പിള്ളേരുണ്ടോ? പിള്ളേരൊക്കെ ഉണ്ട് ഓഡിറ്റോറിയത്തിൽ. ഇതുണ്ട് പ്രാക്ടീസ് ഉണ്ട്. ആരോട് ചോദിക്കാം? പപ്പ വീട്ടിൽ നോക്കി സെക്യൂരിറ്റിയോട് ചോദിക്കണോടാ. സെക്യൂരിറ്റിനോടൊന്നും പോയി കണ്ടോ? പപ്പ വീട്ടിൽ പോക്കോ. സോറി എടുത്തിട്ടോ.